Hi, welcome to Insight 360. 90% mark in final year exam. Incredible. But നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ 90% മാർക്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജും നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് കിട്ടുമെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ 80-20 റൂൾസ്. അതിലത് 20 കാറ്റഗറി കുട്ടികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ 20 കാറ്റഗറി മീൻസ് 80% to 100%-നുള്ളിൽ മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ്. 20 കാറ്റഗറി കുട്ടികളിലെ ഹാഫ് ഓഫ് ദ പെർസെൻറ്റേജ് കുട്ടികൾ, അതായത് 50% കുട്ടികളും വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് ആ മിസ്റ്റേക്ക് എന്താണെന്നാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ഇവരിലേക്ക് എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ആണ് വരുന്നത്. ബിക്കോസ് ഇവർക്ക് ഇത്രയും മാർക്ക് മതി, ബിക്കോസ് 95% മാർക്കുണ്ട്, അല്ലെങ്കിൽ 98% മാർക്കുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെ നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ IIT അല്ലെ NIT പോലുള്ള കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. പക്ഷെ ഒരു ഹിഡൻ ഫാക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കാറ്റഗറി അതായത് 80 മുതൽ 100% മാർക്കിനുള്ള കുട്ടികൾ 1000-ലേറെ കുട്ടികളാണ് ഉള്ളത്. ഇവരെല്ലാവരും ഈ ഒരു NIT പോലുള്ള മെറിറ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും മെറിറ്റിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെറിറ്റ് സീറ്റിലേക്ക് ഉള്ള ആപ്ലിക്കേഷനുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ. ഉദാഹരണം ഇപ്പം തന്നെ പറഞ്ഞില്ല, ഇൻസൈറ്റ് 360യെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു 10ഓളം ആപ്ലിക്കേഷൻസ് ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. ഇതെല്ലാം ഇൻസൈറ്റ് 360യുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇപ്പോഴേ നിങ്ങളിത് അപ്ലൈ ചെയ്യണം. ഇപ്പോഴേ അപ്ലൈ ചെയ്ത് 4-5 ഓപ്ഷൻസ് ഒരു എൻട്രൻസ് എക്സാംസ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം 98% മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചിരുന്നിട്ട് നമുക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. ഒരു ഉദാഹരണം പറയാം. അനിക പേരിന് മാത്രം മാറ്റമുണ്ട്, ബാക്കി പെർസെൻറ്റേജ് ഓഫ് മാർക്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ്. 98% ലാസ്റ്റ് ഇയർ പാസ്സായി. കൂടെയുള്ള എല്ലാവരും പറഞ്ഞു നിനക്ക് NIT കിട്ടും, നിനക്ക് IIT കിട്ടും എന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്താ ഓവർ കോൺഫിഡൻസ് ആയി. അധികമൊന്നും അപ്ലൈ ചെയ്തില്ല, ജസ്റ്റ് 5 കോളേജിലേക്ക് സംതിങ് അപ്ലൈ ചെയ്തു. എനിക്ക് അഡ്മിഷൻ വരും, അല്ലെ എനിക്ക് അലോട്ട്മെൻറ്റ് വരും എന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? അനിക ഓപ്റ്റ് ചെയ്ത ഈ 5 കോളേജിലും കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അനികയുടെ നമ്പർ വരുന്നതിന് മുമ്പ് തന്നെ അനികയുടെ അവിടുത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഫസ്റ്റ് തന്നെ ഇനിഷ്യലി ചെക്ക് ചെയ്യണമായിരുന്നു. അവിടെയാണ് നമ്മുടെ ഇൻസൈറ്റ് 360 പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെ വർക്ക്. നമ്മുടെ എലിജിബിലിറ്റി, ബിക്കോസ് പിന്നെ അതിന് കൂടാതെ നമ്മുടെ കാറ്റഗറി ജനറൽ, SC ST OBC, അതുകൂടാതെ നമ്മുടെ ബാക്കപ്പ് ഓപ്ഷൻസ് ആയിട്ടുള്ള നാഷണൽ വൈസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ്, സ്റ്റേറ്റ് വൈസ് ഒക്കെയുള്ള സ്പോർട്സ് ആർട്സിലുള്ള മാർക്സ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ NCC SPC സ്കോട്ട് ഇതേപോലുള്ള മറ്റു പല ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ടോപ്പ് കോളേജിൽ കൊടുക്കാതെ ഒരു മീഡിയം കോളേജിൽ കൊടുത്തുകൊണ്ട് ഈ കുട്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടിയതിനെ വരുന്നത്. ബട്ട് അവിടെയാണ് കുട്ടിയുടെ കൂടെ ഉള്ളവരും എല്ലാവരും പറഞ്ഞൊരു ഓവർ കോൺഫിഡൻസ് കുട്ടിയുടെ മനസ്സിലേക്ക് കയറി ആ ഒരു ഓപ്ഷൻസ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയാണ്. ഇപ്പം അവസാനം ഇവിടെ ഒന്നും കിട്ടാതെ ലാസ്റ്റ് മൊമെൻ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വർഷം മിസ്സാകുന്നത് വലിയ പ്രശ്നമാണ്. ആ വർഷം മിസ്സാകുന്ന ഒരു പേടിയിൽ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് അവരെ മുമ്പോട്ട് പോവുക ചെയ്യുന്നത്. വൺസ് ഈ ഒരു സ്റ്റെപ്പ് ഇവർക്ക് ഇവിടെ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 2, 3 അല്ലെങ്കിൽ 5% കുട്ടികൾക്ക് അവരൊരു കോഴ്സ് പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു റീതിങ്ക് ചെയ്ത് ഇവർക്ക് ഇതിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അനികയെ പോലെ ഒത്തിരി അനികമായ ഒരു 50% 20 കാറ്റഗറിയിലുള്ള കുട്ടികൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഇവർക്ക് അബദ്ധം പറ്റാറുണ്ട്.